പാരായണം ചെയ്യാൻ പോകുന്ന ഭാഗം ചതുർത്ഥ സ്കന്ധത്തിൽ പൃഥ്വി ചക്രവർത്തിയുടെ ചരിത്രം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മിൻ സദാശിവം. അക്കാലമങ്ങ് മുനിമാർ ഒരു നാൾ അവധ്യാർത്ഥമായി കടഞ്ഞാരവൻ തൻ തുട തത്ര തദൈവ കറുത്തു കുറിയോരു മർത്യൻ വിരൂപനായി ഉത്ഭവിച്ചിടിനാൻ. തൽപുരുഷൻ മുനിമാരെ തൊഴുതു ഞാൻ, ഇപ്പോൾ ഇനി എന്തു വേണ്ടതും എന്നിങ്ങനെ ചോദിച്ച കാലം നിശീതയെന്നന്യസാവാദിച്ച തമ്മുനിമാരതു കാരണം പാരിൽ നിഷാദനായി വന്നാൻ അവനുടെ പാരമ്പര്യം നിശിതാന്വയമായതും. പിന്നെ മുനികൾ കരങ്ങൾ രണ്ടും കടയുന്ന കാലം ഭവിച്ചും ഇതിനും മേലാൽ എന്നത് കണ്ടറിവ് ചെയ്തു മുനികളും. ഇന്നിവൻ വിട്ടുതൻ അംശാവതാരകൻ പെണ്ണിവൾ ഇന്ദിര തൻ അംശമായതും. പാർത്ഥിവൻ താൻ പൃഥ്വിവെന്നിതിഖ്യാതിമാൻ മാധ്യൂമൊഴി ഇവൾ അർച്ചുസ് ബാഗോ പത്മാധൃത എന്ന് അരുൾ ചെയ്തു പൃഥ്വിനെ. ധാത്രി സുരാദികളെല്ലാം പ്രശംസിച്ച് കീർത്തിച്ചതേറ്റം ബഹുമതിയോടപ്പോൾ നാസ്തിയായിപ്പോയ ധർമ്മസ്ഥിതിയെ തുനാസ്തിയ സംപ്രീതി നിലനിർത്തുവാൻ പാർത്ഥിവസ്ഥാനം പരിയോട് പൂർണ്ണമായി ആർത്തി ഒഴിച്ച് പ്രപഞ്ചരക്ഷാർത്ഥമായി മൂർത്തികൾ മൂവരും ഇന്ദ്രാദി ലോകവാലോത്തമന്മാരഖിലവും അമരഘുവം കാക്ഷണ മാത്രമേ വന്നു കൂടിയാണ്. ഈക്ഷണേന്ദ്രിയാർത്ഥനാം ഈശ്വരൻ തന്മുൻപിൽ രാജ്യപരിപാലനാർത്ഥം അഭിഷേക യോഗക്രിയയ്ക്ക് വന്ന് ഒന്നിച്ചു നിന്നതിൽ ഓരോ ജനങ്ങൾക്ക് ഓരോ നിക കൊണ്ടുവന്ന ആരൂഢമോതാൽ കൊടുത്താരഖിലവും. സിംഹാസനം, കുബേരൻ, വരുണൻ, കുട, മോഹനമായ വെഞ്ചാമരം, മാരുതൻ, ഇന്ദ്രൻ, കിരീടം, യമൻ, ദണ്ഡവും, ധരണീന്ദ്രൻ, വർമ്മം, സരോജഭു, ഭാരതി, മുത്തുപ്പടം, വിഷ്ണു നാരായണൻ, പരഭക്തനാം ഭൂപാലകൻ, സുദർശന ചക്രവും, അവ്യാഗത ശ്രീയം, പത്മിനി, ശ്രീ ചക്രികുല, പരിഭൂഷണനീശ്വരൻ, ഖഡ്ഗം, ശതചന്ദ്ര, അദ്രിജ, ചർമ്മ, സൗമുഖ്യ, ശതചന്ദ്ര, അശ്വം, നിശാകരൻ, വിശ്വകർമാവുദേ, അഗ്നീധനു, രതി, രശ്മീമയ, വിശിഖാൻ, സ്വാനാഗസ്കരൻ, പൃഥ്വി, മെതിയടി, ശംഖ്, സമുദ്രവിത്തമത്തുക്കളെല്ലാം യഥാക്രമം ശക്തി ഉപകാരങ്ങളെ കൊടുത്തിടിനാൻ. അത്യാദരേണ പൃഥ്വിന്നു കേവലം ദേവഗന്ധർവസംഗമുതാ പാടിനാർ. ദേവകൾ അപ്സര സ്ത്രീകളാടിയിടിനാൽ ദേവവാദ്യങ്ങളും ഘോഷിച്ചു തെറ്റുമ്പം പുഷ്പവർഷവും ചെയ്തു ചിത്തസമൂഹവും തക്ഷണം സുതാദികളാ സ്തുതിപ്പതക്കാലം അഭൃതു കേട്ടു ചൊല്ലിയിടിനാൻ. നിങ്ങളെന്തിനാ ഇവിടെ ഗുണങ്ങളൊന്നുമില്ലാതവനെ സ്തുതിച്ചിടുന്നു? തങ്ങൾ ഗുണപ്രസിദ്ധന്മാരിതു കാലം എങ്ങും സ്തുതിപ്പിക്കുമാറില്ലവർകളും. ഞാനോ ഗുണരഹിതൻ തുലോമന്നുകന്നൂനം പ്രസിദ്ധനായ പുകഴാവിതു. ഏവം മൃദുവചനേന വന്ദിച്ചവരേവരും നിന്നത് കണ്ണു മുനികളെ പ്രേരിതരായി സ്തുതിച്ചാർ മുതിർന്നേറ്റവും. പൂരിത ഐശ്വര്യ പ്രസിദ്ധ ഗുണേ തക്ഷണേ സ്തുതിച്ചു. സ്തുതിപാഠകന്മാർ മുതലൊക്കെ പ്രകൃതി വൃത്യാദികൾക്കും പരവിദ്വൽ പ്രകൃതികൾക്കും മുകൂരങ്ങ് ഭോ നിർജരാദ്യാഗ്രവർണികൾക്കും ധ്രുവം സർവാർത്ഥ സമ്പസമർത്ഥികളും കൊടുത്ത് ഉർവരാധീശൻ കൃപയെ വിളങ്ങിന സർവഗുണാലയന നൃപനിങ്ങനെ സർവൈക പാലകനായിരിക്കും. ഇതോ സർവരും അന്നമർദ്ദിച്ചു കൊണ്ടിടുന്ന സർവാസമുഖാവരണം വിചാരിച്ചുടൻ ഭൂമിയോട് അർത്ഥിച്ചെന്നതാരാ ദരിദ്രിയും താമസിച്ചെങ്കു കാട്ടാഞ്ഞത് കാരണം നിങ്ങൾ പറഞ്ഞു ലയിക്കുന്ന അന്നങ്ങളിൽ എങ്ങ് അമ്പോട് നീ തന്നതില്ലെങ്കിലോ സങ്കടം തീരുകയില്ല പ്രജകൾക്കു. സങ്കടത്തില്ലാത്ത നിന്നെ ഞാൻ ബാധിപ്പതിന് മടിക്കയില്ല എന്നത് ക്രോധിച്ചു വില്ലും കുടിയ കുലച്ചുടൻ. വേഗാലൊരു ശരമന്തുടത്താശുവാൻ ഭദ്ര ഗംഭീരത്തോടു കൂടി എടുക്കുമ്പോൾ പേടികളർന്ന് പശുവേഷമായി ചമഞ്ഞോടി തുടങ്ങിനാളാടൽ പൂണ്ടോർവിയും കൂടെ തുറന്നു പിന്നാലെ ഉർവതിയും കൂടെ എത്തിയടി ഞാൻ ഓടി ഓടിത്തിരുന്ന പാടെ പരക്ക പരതിശീങ്കലങ്ങ് ഓടിത്തളർന്നൊരു ആധാരമില്ലാഞ്ഞപ്പോൾ പിന്നെ പൃഥുവിനെ തന്നെ നമസ്കരിച്ച് അന്യോന്യ വേഗേന ചൊല്ലിയിടി ഞാൻ മന്നവ സർവധർമ്മജ്ഞനാം നീ ജഗത്തിൻ്റെ ഗുണങ്ങൾ വരുത്തുവാനല്ലയോ വന്ന് അവതീർണനായുള്ളൂ. കൃപാലുവാകുന്ന ഭവാനിങ് അപരാധമെന്നേ നിന്നൊരഗതിയായി ഏറ്റം ഉഴന്നോരു തന്നെ ഭവാൻ ഒഴിഞ്ഞിലൊരാധാരവും എന്തോരാപരാധമെങ്കൽ അമ്മാറു കണ്ട് അന്തരാമാം വധിച്ചിടുവാനോർക്കുന്നു. ചിന്തിക്കിൽ എങ്കൽ ഒഴിഞ്ഞ് അവിടത്തിൽ ഈ ജന്തുക്കളെ വെച്ച് രക്ഷിച്ചുകൊള്ളുന്നു. പണ്ട് പാതാളെ മറച്ചന്നു പന്നിയായി കണ്ടകനെ കൊന്നു കൊണ്ടുപോകുന്ന എന്നെയും കൊണ്ടത് തീർത്തിരുത്തി പരിപാലിച്ച കൊണ്ടിൽ വർണ്ണ പ്രഭൂ പാലയ്യാമേലും തൊണ്ട വിറച്ച് കരഞ്ഞെടുത്ത് പശുരൂപിണി ഭൂമി വാക്കുകൾ ഇങ്ങനെ കേട്ടവർ തന്മുഖം നോക്കി ചിരിച്ചു ഗോപിച്ചു നിർവേന്ദ്രനും ചൊല്ലിനാൻ അത്രയും നന്നു നിന്നു നീ ചൊന്നിയ
ചൊല്ലിനാൽ എൻ വശയല്ലാതെ നിന്നെ ഞാൻ കൊല്ലുവാനല്ല ആർക്കും ആശ്രയമായുള്ളതല്ലോ ത്വൻ അന്നം എന്നുള്ളത് അതിനെ നിങ്ങൾ മറച്ചു ലയിപ്പിച്ച കാരണം സങ്കടമുണ്ട് ജഗദ്വാസികൾക്കെല്ലാം. എന്നാൽ അഖിലർക്കുമുണ്ടായ സങ്കടം നിന്നെ വധിച്ചൊഴിച്ചിന്നു ഞാൻ എന്നോട് യോഗവലേന പ്രപഞ്ചം പരിപ്പാനിങ്ങാകുലമേതും എനിക്ക് ഇല്ല. ഇതിനടോ കേൾ എന്നുടൻ മൃദു എന്നത് കെട്ട കങ്കാളി എരിഞ്ഞള്ള കൊണ്ടു മാനസേ ഭീതി നടയത്തിലും ഏറ്റം വളർന്ന് അതീ നീതിമാനേത്തൊരു ദാശുവല്ലിയോട് ഞാൻ അന്നം സകലർക്കും ആശ്രയമായുള്ളതെന്ന് അരുൾ ചെയ്ത വണ്ണം അല്ലാതെയായി വന്നിത് അതിങ്കൽ അധർമ്മികൾക്കെന്നീ മറ്റന്നാദി സമ്പൽ സമൃദ്ധിയില്ലാർക്കുമേ. സജ്ജനം നിഷ്കിഞ്ചലനായി അളവഹൂ യജ്ഞാതി കർമ്മങ്ങളൊക്കെ മാഞ്ഞുത്തുലും തക്കാരണാലൊഴിഞ്ഞ അവർ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും എന്നാകിയാ ഞാൻ മതതാ സംഹരിച്ചിടാൻ അശോധിവർഗം എന്നീ വണ്ണമുള്ള പരമാർത്ഥമൊക്കെ നീ അറിഞ്ഞ് യുദ്ധമെല്ലാം ഉപായങ്ങളാൽ മായമൊഴിഞ്ഞ് കൈക്കൊണ്ടെങ്കിലോ മേലിലും കീഴിലെപ്പോള നടത്തിയിരുത്തുക പാഴാഴ്ചമേത് ധർമ്മനീത്യാചിരം ഭൂമി തൻ വാക്കുകൾ കേട്ടുള്ള ഭൂമീശ്വരനും പ്രതിപദ ദക്ഷണേ മാനുഷർക്കാദ്യനായിടും മനുവിനെ താനൊരു വത്സമാക്കിക്കൊണ്ട് തൻ കയ്യിൽ മോദം കലർന്ന് അശോധികളെയൊക്കവേ സാദരം ചെമ്മെ കറന്നുകൊണ്ടിടിനാൻ കേവലം എന്നത് കണ്ട് മറ്റുള്ളവരേവരും തത്വോപകൃതാർത്ഥങ്ങളെ ബോധങ്ങളായ പ്രധാനന്മാരെയും ചേർത്ത് നൂതനമായി കറന്നിടിനാരൊക്കെയും വാഗീസവത്സമായോജ്യ മുതിർന്ന കൃഷിമാർ കറന്നാർ ഇന്ദ്രിയങ്ങളാൽ ചന്താംസിദേവകളിൽ തന്നെ വത്സമാക്കി അവർ മുത കറന്ന സുവർണാകൃതേ ഭാജേന ദാനവൻ പ്രകടാതനാലേ ഭാജേന മദ്യം കറന്നുകൊണ്ടിടിനാൻ ഗന്ധർവന്മാരകോ വിശ്വവസുവിനെ ബന്ധിച്ചുടൻ കറന്നിടിനാൻ ഗാന്ധർവം പങ്കേരുകാരമ്യണ പിന്നെ പുതിർക്കളം മൺകലം പച്ചയിൽ കവ്യം കറന്നു ശുദ്ധന്മാരാ കപില ആചാര്യനെ ചേർത്ത് നിർത്തിക്കറന്നു ഖീ കൽപ്പനാസിദ്ധിയുമായ മയനാൽ അന്തർധാനവും മായാമയം കറന്നാരവുമായ പ്രദേശ പ്രേതപിശാച ഭൂതങ്ങൾ ഭൂതേശനെ ബോധമായിക്കൊണ്ടുമുണ്ടേനാവീ വിരക്തവും ഗന്ധർവനാ സർവനാഗങ്ങളും തറ്റകനാൽ വിഷം തൽപ്രകാരേണ യവസും പശുക്കളും ഗോവെടുത്താൽ കടന്നാൽ വടം വത്സമായി ഏവം വയസ്സു കറന്നൊരുക്കളും പർവ്വതങ്ങൾ തുഷാരാത്രി വത്സേനതൽ സർവ്വധാതുക്കളെയും കറന്നിടാൻ ഏവം എല്ലാവരും തത്വൽസ്വജാതിയിലേവം പ്രധാനമെന്നാൽ അവ തന്നെയും പ്രബോധമായി തത്വജിത പാത്രങ്ങളിൽ ഏതേത് വേണ്ടതെല്ലാം കറന്നിടിനാൽ ഇങ്ങനെ സർവരും തങ്ങൾക്ക് വേണ്ടുന്നതങ്ങു കറന്നുകൊണ്ടു ഒരു ശേഷം തഥാം പിന്നെ ദരിദ്രയെ ആശ്വസിപ്പിച്ചുരം മുന്നമിരുന്ന വണ്ണം വസിപ്പിച്ചാൻ കുന്നും മലയും കുഴിയും മുഴകളും ഒന്നുപോലെ നിരത്തിച്ചമച്ചിടുവാൻ തന്നുടെ വില്ലും ധരിച്ചുകൊണ്ടെങ്ങുമേ മന്നവനാകന്ധതകളെ നടന്നു ചെമ്മയ ഗിരികുട വൃന്ദങ്ങളൊക്കെ അമ്മാനവേന്ദ്രൻ ധനുഷ്പാദാഗ്രേണ തൻ കുത്തി തകർത്ത് പൊടിച്ചു നിരത്തിനാൻ ഒത്തൊരുമിച്ച് നിരന്നി ദരിദ്രയും ധാത്രിയും മിക്കതും അന്നത് കണ്ടു മുതിർന്നുടനൊക്കെ കൊടുത്താൻ അവരവർക്കായി മുതാ സസ്യസമ്പൂർണയായി വന്നിതു ധാത്രിയും തസ്യേവ ഹിതയായ അനുദിനം വർദ്ധിച്ചത് അഭൃതി വിശ്വഗുണങ്ങളാ നിത്യസുഖം മൂണ്ടിതൊക്കെയും പ്രതികളും അങ്ങനെയില്ലെന്ന കാലം നാരവരനങ്ങോ ഒരു വാജിവേദത്തിനായിക്കൊണ്ടുടൻ കൊപ്പിട്ട് ദിക്ഷ ബുക്കമ്പോട് സംപ്രീതി താൽപര്യമോടി യജിച്ചു തുടങ്ങിനാൻ യജ്ഞസമ്പൂർണ്ണ സമൃദ്ധി കണ്ടങ്ങത് ഊർജരേന്ദ്രൻ പരിപാടുക്കും ഇത് തൽപദ ഭ്രംശം വരുമെന്ന സംഖ്യ വിക്രം ഇതിന് വരുത്താവതെങ്ങനെ വിദ്രുതം എനിക്കെന്നു ചിന്തിച്ചവൾ ഉൾത്താലന്മാർ കൽപ്പിച്ചു സാമ്പ്രതി യജ്ഞ പശുവിനെ കട്ടുകൊണ്ടിടിനാൻ അജ്ഞാനിയാം അമരേന്ദ്രനും അനുക്ഷണം കാട്ടിക്കൊടുത്തിതങ്ങ് അത്രയും അപ്പോഴ് നാട്ടിയടുത്താനുടൻ മൃതപുത്രനും വില്ലും കുഴിയെ കുലച്ചങ്ങോരസായികം വല്ലഭം എടുത്താനവൻ നില്ലെന്ന് പറഞ്ഞവൻ അങ്ങനെ ചൊല്ലുന്നത് ആഗന്ത കണ്ടമരേന്ദ്രനും ഭാഷാണ്ട വേഷം ധരിച്ചു കൊണ്ടിടിന് വേഷമത് കണ്ടു വേഷമതോ ബദ കണ്ട നിർവാത്മജൻ കൊല്ലാതമെല്ലാം വാങ്ങിയിടി ഞാൻ കൂടവേ ചെല്ലുന്നത് ഇതത്രി ചൊല്ലാലവൻ പിന്നെയും അല്ലാതെ കോപിച്ചു ഇല്ലെന്നുള്ളത് താൻ അല്ലൽ മുഴുത്തു പേടിച്ചു കുതിരയും വിട്ടും കളഞ്ഞു പറഞ്ഞു വണ്ടിയിടി ഞാൻ പെട്ടെന്ന് അതു കണ്ട് ഭൂപതി പുത്രൻ മത്സ്യമതിനെയും കൊണ്ടിങ്ങ് പോന്നതാൻ അച്ഛൻ്റെ മുമ്പിലാക്കി തൊഴുതിയിടിനാൻ പുത്രവിദഗ്ധത കണ്ട് തിളഞ്ഞുടൻ എത്രയും സ്നേഹം ഉൾക്കൊണ്ടവൻ ഈശ്വരൻ ചേർത്ത് ഉണർന്നു വിശദാസൻ എന്ന പേരാസ്തയാ താൻ വിളിച്ചിടിനാൻ രക്ഷണയും പിന്നെയും ഭാരം കൊടുതാഴ്ച മഞ്ഞൊരു തണ്ണിൽ വന്നിന്ദ്രൻ പരിചോടുതാൻ തന്നെ വാരിയും കൊട്ടുകൊണ്ടിടിനാനത്രയും വ്യാജമൊഴിഞ്ഞ് കാട്ടിക്കൊടുത്തിയിട് ഞാൻ കേവലമേവം പലരുടെയും ചെന്നു ഭൂവരതന്ത്രൻ വീണ്ടുകൊണ്ടിടിനാൻ അന്നു ദേവേന്ദ്രനാലാദൃതമായതങ്ങാകുന്നതോരോന്ന് ഭാഷന്റെ വേഷങ്ങൾ പോൽ മന്നവൻ ഇങ്ങനെ ചെയ്തു ദേവേന്ദ്രനെ കൊന്നു ഒഴിഞ്ഞ് എന്നു അയക്കയില്ല എന്നുതാൻ തന്നെ ധനുസും കുഴിയ കുലത്തുരൻ മഞ്ഞികിലാസമായൊരു ബാണവും സന്നാഗമോട് തൊടുത്താനതി ഭിന്ന ധൈര്യേണ വാങ്ങാൻ അവരെന്തിനായി എന്നത് കണ്ട ഉണികളും മന്നവ
ഭഗവാനെ ചെറുത്താശൂല്യന് ഞാൻ എന്തടോ നീ തുടങ്ങും നീ ആകാന്തരേ തൽപ്പശുവിന്യ മറ്റോര നിഗ്രഹം യോഗ്യമാമോ നമുക്കെന്നവർ സാദരം അഗ്രഭാഗെ നിന്ന ചൊന്ന വാക്യങ്ങളും ധിക്കരിച്ച് ഉഗ്രഗോപാലെടുക്ക് നിർമ്മൻ വിക്രമൻ ചെമ്മേ സഹിക്കരുതായികയാൽ ദദ്വസരായുടൻ അഗ്നൗകുതം ചെയ്ത് അത്ര പൊറുപ്പതിനൊന്നോർത്ത് നിൽക്കും വിധോ പുഷ്കര സംഭവം പ്രത്യക്ഷനായി മുനിമുഖ്യരോട് നൃപനോട് മരുൾ ചെയ്തു നിങ്ങളിവിടെ തുടങ്ങിയ കർമ്മം ഇങ്ങുന്നു നാരായണൻ നാം പ്രസാദിക്കിലേ വന്നുകൂടോ ബലം അക്കരുണാനിധി തന്നംശമായത് അമരേന്ദ്രനും ദൃഢം നിർമ്മലനാം അവൻ തന്നെ ഹതി ചെയ്തു തന്മനസ്തോഷം വരുത്തുന്നതെങ്ങനെയും സംഭ്രമമത്ര നിലവുകൾ തിരഞ്ഞും ഭാര്യ വൈരിക്ക് അഭയം കൊടുത്തി നിന്നപ്പോൾ യാഗം സമർപ്പിക്ക ഭൂപതിരട്ടനും ഭാഗതയാൽ വരും തൽഫലപ്രാപ്തിയും വൈര്യം കളഞ്ഞു സുരേന്ദ്രനും ഭൂപനും സ്വൈര്യമായി ഒന്നിച്ചിരിക്ക എന്ന് നാൻമുഖം താൻ അരുൾ ചെയ്തു വസിച്ചിതാതരാൽ മാനവേദന സമർപ്പിച്ചു യാഗവും ദേവകളെല്ലാം പ്രസാദിച്ച് അരജനു കേവലം തൽഫലവും കൊടുത്തിയിടിനാൻ നാരായണൻ പ്രസന്നനായി മാനവ വീരനിൽ കാരുണ്യം ഉൾക്കൊണ്ട് അരുൾ ചെയ്തു ഭൂപതി വീര നിനക്ക് ശതകൃത സാഫല്യമാകന്ത വന്നു കൂടും ദൃഢം ദേവേന്ദ്രനോ നിന്നോട് സംഖ്യത്തിന് ആവർഭയം കലർന്ന് ഇങ്ങു നിന്നിടുന്നു നീ അവനിൽ പ്രസാദിക്കണമെന്നിനുമായ ആവ്രമ ദുഷ്ഭാവം കളകതേതു ശുദ്ധാന്ത ബുദ്ധികളായുള്ള സാധുക്കൾ ഉത്തമന്മാർ ഉപദ്രവിപ്പില്ലല്ലോ ദുർജന ധർമ്മമായതു സന്തതം ഈ ജനങ്ങൾക്കത് യോഗ്യമല്ലൊട്ടുമേ ദേഹാഭിമാനികൾക്കുള്ളത് അത്രേ മഹാമോകാതിരാഗദ്വേഷങ്ങൾ അനുദിനം ദേഹമല്ലോർക്ക് നിത്യാർത്ഥമാകുന്നിതാകന്ത കേവലമാത്മാവരബ്രഹ്മം ബോധം തെളിഞ്ഞ് അഷ്ടരാഗങ്ങൾ വിട്ടുതൽ സാധന രമ്യപദം ഭജിച്ചിടടോ രാജപരിപാലനാചാര മാർഗങ്ങൾ പൂജനീയകരമായി വരുന്നാകിലേ കേവലം തൽപ്രജാവൃന്ദവുമൊക്കവേ ഭാവനാചാര സന്മാർഗികളായി വരൂ തൽപ്രജാവൃന്ദങ്ങൾ ചെയ്വതെല്ലാറ്റിനും ഷഡ്ഭാഗമുണ്ട് രാജാവിൻ്റെ കൂടെ നിത്യമല്ലാതെ അകമേ വിചാരിച്ചു വസ്തുതയെ പരിപാലിച്ചു കൊൽക നീ സത്യസ്വരൂപി സനാതനൻ ഇങ്ങനെ സത്വാർത്ഥമെല്ലാം അരു ചെയ്തു നിൽപ്പതിൻ മധ്യ സുരേന്ദ്രൻ ദേവ സമൂഹവുമൊത്തു പൃഥിവിനെ കണ്ട് സംഭാവിച്ച ചിത്തം തെളിഞ്ഞവൻ ഈശ്വരൻ ഇതന്നെ സദ്യ പിടിച്ചു മൃഗത്തരി കീഴി ഞാൻ സഖ്യവൻ ചെയ്തുകൊണ്ട് ആരവ്രതങ്ങളിലൊക്കെ കളഞ്ഞത് കീഴിലും വൈരവും തക്ഷണപ്രീതനായി നിൽക്കും ജഗന്മയൻ അക്ഷമാവല്ലഭേന്ദ്രാധിക തമ്മിയും സ്വപ്രീതനായി എങ്ങനെ ഗ്രഹിച്ച ആകിലും അഭൃതി വിയോഗത്തിന് ദൈവശക്തനല്ലാതെ നിൽക്കും ജഗന്നാഥനിൽ ഭക്തി കലർന്ന് അപേക്ഷിച്ച നൃപോത്തമൻ തൽഗുണകൃത്യം ഭ്രമം തീർന്നെനിക്ക് ഉൾക്കാമ്പുണം തൊട്ടിയ നിരന്തരം ലക്ഷ്മീകരാംബുരകങ്ങളാൽ അഞ്ചിത ലക്ഷണ ശോഭ കടന്ന പാദാംബുജേ ഭക്തി വളർന്നൊഴിയാതൊരനുഗ്രഹം ഭക്തപ്രിയ പ്രഭു നൽക വേണമേ നിത്യമിളകാതെ വണ്ണം എന്നിങ്ങനെ ഭക്തനാഭസ്വാമിയുടെ അപേക്ഷിച്ചു നിൽക്കുമതോ ഭഗവാൻ പ്രസാദിച്ചു ഉൾക്കനി വിറ്റ് തെളിഞ്ഞൊളി ചെയ്തു നന്ദി ഇന്നിതു നിന്നുള്ള ഭക്തി കണ്ടേറ്റമുള്ളമേറ്റം തെളിയതു ഭൂപതി മന്നവാ ചിന്തിച്ചതെന്ന് നീയൊക്കെയും വന്നുകൂടും നിനക്കെന്നോ നിർണയം നന്നായിരിക്കുന്നരോ ചെയ്തു മാധവൻ നിന്നെ തദൈവ മറഞ്ഞൊളിയിടി ഞാൻ വൃന്ദാരകന്മാരും ഇന്ദ്രനും ബ്രഹ്മനും സന്നിധി തോറും തെളിഞ്ഞു വിളങ്ങിനാൻ മന്നവനും സകലേശപാദങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അനകിലവും സർവ്വലോകങ്ങളും പരിപൂജനായ സർവ്വഭൂലോക പ്രവരനവനാലെ സർവ്വലോകങ്ങളും സമൃദ്ധി മേൽക്കുമൽ സർവദാ സർവകാലം വിളങ്ങിയതൊരു സർവജ്ഞനാ നരേന്ദ്രോത്തമൻ അങ്ങനെ സർവാസകാവിപ്രപാലനം ചെയ്യുന്നാൽ സർവദേവ പ്രസാദാർത്ഥായ കേവലം ദിവ്യന താനൊരു സത്രം ആരംഭിച്ചാൻ സത്ര ദീക്ഷാവ്രതം ഉണ്ടമകീവന സത്തുക്കളെ വന്നൊത്തു കൂടും വിധവും സൽക്കാരപൂർവ്വം അവരെ വന്ദിച്ചു സഖ്യഭാവേന മന്ദം പറഞ്ഞിടി ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും മാം പ്രതി ദൈവം എന്നിങ്ങനെ സന്തതം കൽപ്പിച്ചതു ധർമ്മമാർഗം നടത്തുവനെന്നിപ്പോൾ അതുകൊണ്ട് എന്നിങ്ങനെ ചൊല്ലുന്നു നല്ലതെല്ലാവർക്കും വരുത്തുവാനുള്ളതുണ്ടല്ലോ വഴിയറിയാതെ കിടക്കുന്നു മെല്ലെ മെല്ലെ തുറന്ന വഴിക്കെങ്ങ് പോയി ചെല്ലുന്നവർക്ക് ഗുണം വരും മേൽക്കുമേൽ സർവ്വപ്രപഞ്ചവുമായും ഈശ്വര സർവ്വഗുരുവും ആത്മാവും ഒന്നായി മുതാ സർവ്വസമാനമായി ഒന്നിച്ചു കണ്ടു സർവം സമർപ്പിച്ചു കാരുണ്യശീലനായി വാഴ്വതിന്നു പുരുഷാർത്ഥ സാധ്യം നമുക്കേവം പറയുന്ന ഭൂപരൻ തന്നെ ഗോപികൾ കേട്ട് സകല ധാതുക്കളും അവർ മുതാ ബഹുമാനിച്ചു നിൽക്കുമ്പോൾ തത്ര സംഭാരങ്ങളൊക്കെ വിളങ്ങുമാറാ അത്യാദരേണ സനകാദികളുടൻ പ്രത്യക്ഷരായാരത് കണ്ട ഭൂപതി സത്തമൻ സത്യസാദികളോടും പ്രത്യുബോധാനവും ചെയ്ത് വന്ദിച്ചുകൊണ്ട് അർഘ്യവാദ്യാദികളായുള്ള പൂജകൾ ചെയ്ത് സിംഹാസനം തോറും ഇരുത്തി വെച്ച് ഏകമത്യ ബഹുഭക്യ നിറവരം ചൊന്നാൻ ഇവിടേക്ക് നിങ്ങൾ എഴുന്നള്ളി വന്നു കാണാൻ എൻ്റെ പൂർണ്ണ ഭാഗ്യം ദൃഢം എന്നീ വണ്ണം പ്രശംസിച്ച് വന്ദിച്ചതാ മന്നവൻ കുപ്പിത്തൊരുത് ചോദ്യം ചെയ്താൻ എന്തോന്നുകൊണ്ട് സംസാരഭ്രമത്തിൽ അന്തരാ വീണ് നീന്തി തളന്നെങ്ങുമേ തൽക്കര കാണാൻ സംഭ്രമിക്കും ജനസങ്കടം തീരുവാൻ ഒന്ന് എളുതായുള്ള സന്തോഷം മറ്റൊരു ചെയ്തരുളയണമേ സന്തതം ബാലയമാം ഭവസാഗരാലിത്തം മൃദുവചനം കേട്ടവെങ്കിൽ അത്യന്ത വിശ്വാസമറ്റ വൈദാത്തനം ചിത്തം തിളഞ്ഞീരെ ചെലളിച്ചതനത്രയും നന്ദി ചോദ്യം എന്നോടോ ബന്ധമൊറ്റ പ്രബോധങ്ങളല്ല ഭവാൻ
അന്ധനല്ല, ഉള്ളിൽ അറിഞ്ഞവനെങ്കിലും ലോകോപകാരാർത്ഥമായി എന്ന് ചോദിച്ചതായ ഞാൻ നിന്നുത്തരം ചൊല്ലുവൻ കേട്ടുകൊൾക്കായി എന്ന് മായാപ്രബോധങ്ങളും വാട്ടമഴിഞ്ഞവൻ പറയാ മോക്ഷപ്രകാരവും ഭാഗധർമ്മ നീതിമതങ്ങളും ഭാഗതേയാബ്ദിക സമ്പാദ നീതികളും ബന്ധ ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചഭേദങ്ങളും നിർമ്മല കർമ്മയോഗ ജ്ഞാനഭേദവും ഭക്തിമാർഗേണ ഗുരുപദേശങ്ങളും ഭക്തിജ്ഞാനാത്മാജ്ഞാന പ്രഭേദങ്ങളും ഭക്തിതൻ വേദ വിക്രമാവിശേഷങ്ങളും മുക്തിയും തീർത്തരുൾ ചെയ്ത മുനീന്ദ്രനെ ജ്ഞാനോപദേശത്തെയും ഗ്രഹിച്ച ആത്മനാനന്ദവും ഗ്രഹിച്ച ശ്വരവൻ ദീനമൊഴിഞ്ഞു മുനിവരന്മാരെയും മാനിച്ചു പൂജിച്ചു വാഴ്ത്തി സ്തുതിച്ചുടൻ വേദബുദ്ധി ബ്രഹ്മം തീർന്നു നിൽക്കും ഇത് ഓതാൽ അനുഗ്രഹം ചെയ്തിരുന്നില്ല. ശ്രീ സനകാദികളെ പോയി മറഞ്ഞോരളവാസുരീഭാവം അശേഷമകലവേ നീക്കിക്കളഞ്ഞ് അവൻ ഈശ്വരൻ യാഗവും വാക്യം ആനന്ദനെ ഇതൊടുക്കി സർവേദേവാനുഗ്രഹവും പൂണ്ടുതിത്തനായി സർവം പരബ്രഹ്മണി ലയിപ്പറ്റുന്ന സർവേശ സർവദാ വാഴും നൃപനെ ദിക്പാലക സർവഗുണങ്ങൾ സർവാപ്തമായ അന്വകം സർവപ്രിയനായിരുന്നവൻ തന്നുടെ യൗവനകാലം കഴിവോളം അങ്ങനെ ദൈവവശാൽ പരിപാലനം ചെയ്തവൻ സർവ ആശ്രയം മഹാധർമ്മപരായണ വാർദ്ധക്യകാലെ തനേനു രാജ്യവും ആസ്തിയും നൽകി പ്രിയ ആസമമുദാ കാരണം പ്രാപിച്ചിരുന്ന മന തപസ്സിനായി മാനസേ നാരായണനെ സ്മരിച്ചവൻ പഞ്ചാഗ്നി മധ്യേ മഹാഗ്രീഷ്മകാലം അങ്കഞ്ചാത പക്ഷകാലേ നനഞ്ഞു സദാ സമൃദ്ധൻ കടുത്തോളം ജലത്തിലും കമ്പം പഴിഞ്ഞു ഈശ്വരകാലങ്ങളിൽ ഇന്ദ്രിയഗ്രാമം ജയിച്ചേകപാതനെ നിന്നു പരുത്തു കൊഴിയും ഇലകളും കായുങ്ങനെയും ജലവും അന്നു താൻ വായുമിത്യാദിത്യാശനേന സന്തതം കാമരാമ ക്രോധ ലോഭമോഹാദികളാമോദൗറമകലക്കളഞ്ഞു നാരായണ പ്രസാദാശയ നിത്യം അങ്ങ് ഓരോ വിഷയ വൈരാഗ്യ ബുദ്ധ്യാചരം ധാരണയതമം ചെയ്തു വരുന്ന കാരുണ്യവാരിധി അനുജ്ഞാവശാൽ ജ്ഞാനം തെളിഞ്ഞു ഉദിച്ചാത്മാനമന്യോഗം കാണായുള്ളവ് ദൃഢാസനായി നിജകായി നിവർന്ന മൂലാധാര മധ്യ സംസ്ഥായി വായുക്രമ ഷഡ്ചക്രങ്ങളും ഭേദിച്ചുടൻ ചതുർവിംശത തത്വ സംഭേദങ്ങൾ തൽക്കാരണ സർവം സംകരിച്ചാകന്ത കാര്യങ്ങൾ കാരണ സംകരിച്ചാത്മനിമായ ചേർത്ത് ലയിപ്പിച്ചു പുരുഷാർത്ഥ സംപ്രാപ്തനായാൻ വൈനനാം നൃപതീന്ദ്രനേവം പരബ്രഹ്മണിലേക്ക് നരദേവനെ കണ്ടുണർച്ചിസ്വയും ശുചാക്കേവലം തൽപരിചാരകന്മാരുമായി ആവോളം ഉള്ളഴിഞ്ഞ സംസ്കാരവും ചെയ്താൻ കൂടെ തികച്ചതിൽ കൈതവമിന്യ ഭർത്തൃവത്സല പ്രവത്സല നാരിമാരിങ്ങനെ മറ്റുലകെങ്കിൽ ആരും അർച്ചിസോടെ ഒത്തവർ നിർണയം താരാർമകണ്യ ജകാരണേ ചേർന്നത് നാരായണങ്കൽ ലയിച്ചു നരേന്ദ്രനും ഭൂപാലപുത്രൻ വിജിതാശ്വനും പിന്നെ ഭൂപരിപാലനം ചെയ്തു വാഴുന്ന നല്ല ഹരിഷ്യനും ദുമ്രകേശന മൃഗനുമങ്ങ് അർഘത്വമേറ്റമേറിയണം ദ്രവണ സന്താനു സഹചരവന്മാർ നാൽവരും സാനന്ദമാകന്ത പൂർവാതിഥിക്കുകൾ 4 പേരും പരിചോട് പാലിച്ചിരുന്നത് അക്കാല അവർദ്ധനായ രാജ്യം അവന് മകൻ പ്രാചീന ബർഘസവൻ അവനീ മണ്ഡലമഖിലം നിറയവേ പ്രാചീനാഗ്രസ്ത സ്തംഭങ്ങളാലഭിപ്രാപിപ്പിച്ചാൻ യജ്ഞങ്ങൾക്കതിനാല് നാമമതായത് അവനു ശതദ്രുതി കാമിനി രത്ന സമുദ്രാത്മജേവൾ തന്നെ ചതുർമുഖൻ നിയോഗത്തിനാൽ മന്നവൻ വെട്ടു സുഖിച്ചു വാഴുന്ന നാൾ പുത്രരവൾ വെറ്റുടം പ്രജേതാക്കളെന്ന് അത്രയോ പത്ര പേരുണ്ടായതോടിയിൽ തൽപ്രജേതാക്കൾ സംസാര വിഷയങ്ങൾ ഉൾപ്പൂവലേതും ഒന്നിച്ചിയാതെ പരം ചിക്തനം ആത്മരമ്യാസയം ജ്യോതിഷം തൽക്കാരണം ഉപാസിച്ചവരേവരും പശ്ചിമദിക്കുന്നു നോക്കി തപസ്സിന് പോയി സത്യബുദ്ധിയ പരമാത്മജ്ഞാനാർത്ഥിക താമരപ്പോയിക തീരദേശത്തി എന്ന ആമോദശാലികതങ്ങളിരുന്നുടൻ ഗാന്ധർവ ശ്രവിച്ച ആനന്ദ ഇത്ര ശാന്തിയതരം പോയിക തന്നെ നിന്നഞ്ചസ നേരെ കരയേറി പരിചോടിരുന്നുള്ള ശ്രീരുദ്രനെ നമസ്കാരം ചെയ്തവൻ നിന്ന നേരം പ്രസാദിച്ചതാ രുദ്രനും നിന്നവരോട് അരുൾ ചെയ്തു മധുരമായി നിങ്ങൾ മഹത്വവേറും പ്രജേതാക്കളം ഇങ്ങനെ ചൊല്ലും മഹത്തുക്കളല്ലയോ തുല്യാത്മനാമരിവീടും പ്രധാനികൾ കല്യാണശീലന്മാർ ഭാഗവതാഠ്യന്മാർ നല്ല ഭക്തന്മാരവരെ അനുഗ്രഹിച്ചല്ലൊരു ഒഴിപ്പതിനുള്ളവർ ഞാനിപ്പോൾ നിദ്രാഗീതം മഹാമന്ത്രം തെളിഞ്ഞതി ഭദ്രാത്മന നിങ്ങൾക്ക് ആശു ചൊല്ലിത്തരാം ശുദ്ധബുദ്ധിയ ജപിച്ചാലും ഈ സ്തോത്രമെന്ന് അത്യാദരലുപദേശിച്ചരുളിയിടിനാൻ തൽക്കേത്തനേന തപസ്സിനായിക്കൊണ്ടവൻ അക്കാലം സമുദ്രേ മുഴുകിയിടിനാൻ മുഖ്യതബോധനൻ നാരദൻ അതിവിഖ്യാതനായേഴും പ്രാചീന ബർഗസിൻ പൂരിലന്മാർ എഴുന്നള്ളിയ നേരത്ത് സാരനായുള്ള നരവരനും മുതാഭക്തിയ നമസ്കൃതി ചെയ്തിരുന്നേറ്റുടൻ പ്രീതി കൈക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ചെന്ന് അർഘ്യവാദ്യാസന പൂജകളെ മുതരാജപ്രവരണം ചെയ്തിരുത്തിയിടിനാൻ അപ്പോൾ മഹാമുനി നാരദൻ ആത്മജ്ഞാന പ്രഭേദങ്ങളാൽ അത്ഭുതവാണികൾ ജൽപ്പിച്ചത് കേട്ട് സംസാര വൈരാഗ്യം ഉൾപ്പൂവൽ ഉൾക്കറന്ന് പൃഥ്വീശ്വരൻ ജ്ഞാനോപദേശ ഗ്രഹണത്തിൽ ആഗ്രഹം മനസ്സേ പൂണ്ട് ചോദിച്ചതിനുത്തരം ചൊന്നാൻ മുനീന്ദ്രൻ എടോ നൃപതീശ്വര മുന്നം ഭവാനാലഹോഹനിത്യടനെ യജ്ഞപശുക്കൾ ഭവാനെ ഹനിപ്പതിന് അജ്ഞാനികൾ പരലോകത്ത് ഉളരടോ എന്നുള്ളതിങ്കൽ പുരഞ്ജനാവൃത്തമാകുന്നോര് ഇതിഹാസവും അരുൾ ചെയ്താൻ മുന്നം പുരഞ്ജനാം നരേത്രോത്തമൻ തന്നുള്ളിൽ അങ്ങ് അവിജ്ഞാത സകനെയും ഇട്ടുകളഞ്ഞൊരു രാജധാനീന്ദ്രം ഉത്കൃഷ്ടമാ ഉണ്ടാക്കുവാൻ
തിരഞ്ഞിടിനാൻ കണ്ടിയില്ല, അതോ തനിക്കുള്ളിൽ തെളിഞ്ഞ് അതുകൊണ്ടതാ പിന്നെയും നീളെ നടന്നവൻ. ഖിന്നനായി അറ്റം പരവശനായി ഉടൻ ചെന്ന് ഹിമവൽ ഗിരിവരന്തനുടെ താഴ്വരയിലങ്ങന്മാർ ഇതൊക്കെ അപ്പുറത്ത് ആവോളം അമ്പോട് നോക്കി നടക്കുമ്പോൾ 9 വാതിലുള്ള ഒരു പുരപരം മുമ്പിൽ അമ്മാറ് അത് ലക്ഷണയുക്തമായി കണ്ടാനവൻ. പുറമെ ബഹുശോഭ പൂണ്ടോര് ഉദ്യാനം, അതിങ്കൽ വിവിധമാം പുഷ്പസൗരഭ്യ സമൃദ്ധി ഗുണങ്ങളാൽ ഉൾപ്പോവിൽ അമ്മാറു ദർപ്പകഭ്രാന്തികൾ വർദ്ധിതമായിരിക്കും പ്രദേശോത്തമി. സ്വസ്ഥലത്തിങ്കൽ ഒരുത്തിയ കേവലം 100 ജനങ്ങൾ സഖിമാരുമായി ഏറെയുള്ളോർ ബഹുനായകന്മാരോടും പഞ്ചപണനാം അഖിവരൻ തന്നോടും അഞ്ചിതമാം പ്രമദോത്തമ തന്നെയും ഭർത്താവിനെ തിരഞ്ഞെങ്ങു നടക്കുന്ന ഒരു ഉത്തമയാം അവളെ കണ്ട് സാദരം ചിത്തെ മുഴുത്ത് മദന പരവശാല തേൻമൊഴിയോട് ആശു ചോദിച്ചിതു, എന്തടോ സുന്ദരിയായ നീ താനുടൻ എന്തിനായി ഇങ്ങനെ സഞ്ചരിക്കുന്ന മരണനന്ദനയായത് നീ ഏകതാല് നിരൂപിച്ച കാരുണ്യമെന്തടൂ. ആരു നിനക്ക് വൃത്യരായ്മീവിനെ വീര യോദ്ധാക്കളും നാരിമാരും ഇവർ മുന്നിൽ നടക്കും മണീന്ദ്രനു നാമമെന്ത് അൻപോട് നീ ഭുവനേശ്വരിയാകിയ പാർവതിയോ രമാദേവിയോ കേവലം ഈ വണ്ണമുള്ള നീതാനവരല്ലയോ ഭ്രമു നടക്കുന്നത് ആകയാൽ അത്രയും കോമളയായ നീ വീരരാമനുടെ മാനസനാഥയാം എന്നോട് കൂടവേ ആനന്ദമോടിപ്പുരിയ നിരന്തരം നന്നായിരങ്കിരിപ്പനുള്ള യോഗ്യമുണ്ട് ഇന്ദിരാദേവിയുമായി മുകുന്ദൻ വരൻ. വൈകുണ്ഠലോകം അലങ്കരിച്ചതും ഒരു ആകുലം ഇനിയെ വാഴുന്ന വണ്ണമേ എന്നെയും വെച്ചുകൊണ്ടിപ്പുരി തന്നെയും നന്നായി അലങ്കരിക്കണം മനോഹരെ. നിന്നെയും വെച്ചുകൊണ്ടെന്നെ പോരുന്നിതു കന്ദർപ്പൻ എന്നതിനിന്നിനി നിന്നുടെ മൃളയാസാകം അവനതമാകിയ മേള മുഖാംബുജവും കാട്ടി രക്ഷിക്കമേത്തം പറയും പുരഞ്ജനോട്. എത്രയും അത്യാദരാണ് പുരഞ്ജനിയൊന്നാൽ പുരുഷോത്തമനായിരിക്കുന്ന നിന്നോട് ഞാൻ പറയാം ഇതിനുത്തരം. ഉൽപാദകനായ താതനെ ഞാൻ എൻ്റെ ചിത്തെ ധരിച്ചിരിക്കുന്നതല്ലേതുമേ. സ്ഥലത്തിങ്കൽ വന്നെത്തിയേൻ ഇന്നു ഞാൻ സ്ത്രീജനങ്ങളെല്ലാം സഖിമാരല്ലോ നിത്യം ഇക്കാണായി ചമഞ്ഞ പുരുഷരും അത്ര മമ സഖന്മാരെന്നറിയ നീ ഞാൻ ഉറങ്ങുമ്പൊഴുതും പുനരന്തരാ നൂനമുടന്നിരിക്കും വിധിയെങ്കിലും താനിപ്പുരി പരിപാലിച്ചിരിപ്പവൻ ആനന്ദം ഉൾക്കൊണ്ടിവൻ മണീന്ദ്രോത്തമൻ എങ്ങനെ എന്നിങ്ങനെയുള്ളതൻ പരമാർത്ഥം ഇന്നെന്നെ ഇങ്ങ് എത്തിച്ചത് ഈശ്വരാനുഗ്രഹം തന്നെ. വിഷയങ്ങൾ ഇച്ഛിച്ചിരിക്കുന്ന നിന്നെ അനുഭവിപ്പിപ്പാൻ എനിക്കുള്ള ബന്ധുക്കളുമായി അനുബോധ സിദ്ധനായി അന്ധയായി എന്നിയെ നിത്യസുഖാന്വിതം എന്നോട് ചേർന്ന് ഈ പ്രിയ നൂറ്റാണ്ട് വാഴുന്നത് തോന്നിയിഴ നിന്നായി വരും ദൃഢം. നിന്നെ കണക്ക് സദൃശരായ ആരെയും മഞ്ഞിടത്തിങ്ങ ഞാൻ മറ്റും കണ്ടില്ലടോ. ധർമാർത്ഥകാമമോക്ഷ ആനന്ദ സന്തതി ധർമ്മ യശസ്കരമാ ഗൃഹസ്ഥാശ്രമം ദേവകൾക്കും ഋഷികൾക്കും പിതൃകൾക്കും ഏവം മനുഷ്യഭൂതങ്ങൾക്കും ആശ്രയം കേവലം ഈ ഗൃഹസ്ഥാശ്രമം എന്നറിയുക. ആപർമുദാപത സാധിച്ചു കൊള്ളുവാൻ വീര്യബല അദ്യാംഗ സൗന്ദര്യമാദിയാം കാര്യഗുണങ്ങൾ ചേർന്നിടും ഭവാനെ ഞാൻ നൂനം മരിക്കുന്നതുണ്ട്. ഈ ഗുണങ്ങൾ ചേർന്ന് ആനന്ദവാനായും നിന്നെ ഉപേക്ഷിപ്പാൻ മാനസേ തോന്നുകയില്ല ഒരുത്തർക്കും എന്ന ആനന്ദവാണികളാൽ ഭ്രമിപ്പിച്ചുറഞ്ഞെന്ന് പുരഞ്ജനൻ തന്നെ വരിച്ചു. സമ്പൂർണ്ണ മോദേന പുരഞ്ജനിയും തമ്മിൽ ദമ്പതിമാരായി പുരിയിലകമ്പൊക്കു സമ്പ്രതി നൂറ്റാണ്ടിരുന്നാൽ സുഖാന്വിതം. അങ്ങനെയുള്ള പുരിക്ക് 7 വാതിലുണ്ടങ്ങ് ഉയരത്തും താഴത്തും രണ്ടും പ്രഭു മംഗളമായി അതിലൂടെ കടന്നുടനെങ്ങും നടക്കും പുരഞ്ജനൻ തന്നോട് വൃത്യജനങ്ങളുമായി ഒരുമിച്ചുകൊണ്ട് അത്യന്തമാകന്ത വെവ്വേറെയും തഥാ നിത്യം അതിൽ 5 വാതിൽ കിഴക്ക് ഭാഗത്തു വാമേതര ദിക്കിൽ ഓരോന്നിടോ പശ്ചിമ ഭാഗത്തു 2 മുന്നിലതിൽ ഇച്ഛാവശേനെ പുരഞ്ജനൻ താനവൻ ഗദ്യോദയമെന്നും ആവർമുഖി എന്നുള്ള വാതിൽ ദ്വയാന്തേ കിഴക്ക് ദ്യുമാനോട് കൂടെ പുറപ്പെട്ട് വിഭ്രാജകനാമമായിടുന്ന രാജ്യം അടക്കുന്നിതന്വകം കേവലം അവറ്റിനടുക്കത്തോലോമേവ നളിനിയും അന്യാഭിനാളിനിയും 2 വാതിലൂടെ പുറപ്പെട്ടുകൊണ്ട് അവധൂതസകനോട് ചേർന്ന സൗരഭമാകിയ രാജ്യമടക്കിവൻ പൂജ്യമാകും മുഖ്യമാം വാതിലൂടെ തഥാ ചെന്നു. രസജ്ഞ വിപണരിവരോടൊന്നിച്ചുകൊണ്ട് ബഹുനന്ദനാമവൻ അന്വാകമാപണമായ രാജ്യമുതാ തന്നാൽ അടക്കി വാഴുന്നു നിരന്തരം. തെക്കും വടക്കും പിതൃദേവാഹൂക്കളെന്നൊക്കെ പ്രസിദ്ധങ്ങളാം വാതിലൂടെ പോയി പൊക്ക് ശ്രുതധരനായ സഖിയോടും ദക്ഷിണ പാഞ്ചാലവും പുനരന്യഥാ തൊൽപ്പൊങ്ങും ഉത്തരമായ പാഞ്ചാലവും അപ്പോൾ രാജ്യങ്ങൾ 2 അടക്കുന്നു. പിന്നെ പശ്ചിമമാം വാതിലൂടെ പോയി ചെന്ന് പുറപ്പെട്ട് ദുർമദൻ തന്നോടും കൂടെ കറന്നുടൻ ഗ്രാമികമെന്നു പേരാകും മഹാരാജധാനി അടക്കുന്നു. പാടേ നിരർദിയൂടെ ചെന്ന് ലുബ്ധകനോട് മഹാവൈശസം എന്ന രാജ്യവും നേരെ മുതർന്നെടുക്കുന്നു പുരഞ്ജനൻ. പാരിലും ഉപസ്കര നിർവാക്യകളാകും പൗരവരോടും ഒന്നിച്ച് അന്തതം ഓരോരോ കർമ്മങ്ങൾ ആചരിക്കുന്നതും കേവലം അന്തപ്പുര ആഗതനാകിലങ്ങ് ആവർമുത
വിശൂചനോടും തഥാവാണു ന്യായ സുധാധാരാലയാദി ബ്രഹ്മാനേന ശോകമോഹങ്ങൾ ഉൾക്കൊണ്ടവൻ കാമിനിയാകും പുരഞ്ജനി തന്വസ പ്രേമബന്ധേന ദാനങ്ങൾ ചെയ്വതും കൂടെ പരിചോടെ ചെയ്യുന്നതന്നുകം ഓടിയാൽ അങ്ങനെ വന്നുകൂടും ദൃഢം. അങ്ങനെയുള്ള പുരഞ്ജനാം അവൻ അങ്ങനൂടന് മുതിർന്നാകന്ത കേവലം പഞ്ചാശ്വമായി പരിചക്രമായി അഞ്ചിതമായി കൊടിമരം മൂന്നുമായി സമ്പ്രതി ബിന്ദൂരം അഞ്ചോരു വായിക്കുറുമ്പും കലർന്നോര സാരഥിദാനുമായി ഏകരത രണ്ടു കുവര ആയുധമാകൂലമെന്യ കേവലം അഞ്ചുമായി 7 വരൂധങ്ങളോട് ഒരുമിച്ച് കോഴയൊഴിഞ്ഞ് പൊൻകൊണ്ട് അലങ്കൃതമായി മേവുന്നു തയർമേൽ കരേറിക്കവചവും കേവലം ഉണ്ടാവുന്ന അഴിയും കെട്ടിയ ഏകാദശം അക്ഷോഹിണിപ്പടയോട് ചേർന്ന് ഏകദിനെ മഞ്ചപ്രസ്ഥേ മഹാവനം പ്രാപിച്ചതായ ആട്ടുടൻ തുടങ്ങിനാനാപൂർണ്ണ ഗർവേണ ഭാര്യയും എന്നിയ ആനന്ദത്തിങ്കൽ പെരുമാറി നിന്നതി ദീനയായി പോന്നു തന്നാലയം വിന സ്നാനവും ചെയ്ത് അശനാദികളും കടിച്ച് ആനന്ദം ഉൾക്കൊണ്ട് അലങ്കരിച്ചുള്ളവൻ താനപുരഞ്ജനിയെ കണ്ടതില്ലായത് ആനന്ദവും കുറഞ്ഞ അന്തപുരത്തിങ്കൽ കാണായ നാരികളോടാ ചോദിച്ചങ്ങേണാക്ഷിമാരെ സുഖമല്ലി എല്ലാവർക്കും ഇങ്ങ് പുരഞ്ജനി താനൊഴിഞ്ഞുകാലിങ്ങനെ മങ്ങിയതെന്തിലയനം മംഗലശീലതാനിങ്ങ് പോയളവങ്കരമാരെ പറവിനെന്നിങ്ങനെ സംഗതിയായവൻ ചോദിച്ചതിന്നതാ മംഗലാപാങ്കികളും പറഞ്ഞിടിനാൻ ഞങ്ങളോ രാജപ്രവരാം ദേവിനി നിന്ന അങ്ങകതാരിൽ എന്തെന്നറിഞ്ഞീലഘോം ചെന്നു വെറും നിലത്തുണ്ട് കിടക്കുന്നുവന്നവ കേൾക്കെന്നവർ പറയും ഇതോ ചെന്നു പുരഞ്ജനം താനും പുരഞ്ജനി തന്റെ സ്നേഹപരവശ ചേതസാം നന്നായി പറഞ്ഞങ്ങു അനുനയിപ്പിച്ചവർ തന്നെ കുറിച്ച് കുളിപ്പിച്ച് അലങ്കരിപ്പിച്ചുരഞ്ചമ്മയെ ഭുജിപ്പിച്ചു തമ്മിൽ പിരിയാതെ നിർമ്മായം ആലിംഗനാദി വീരന്വകൻ രാപ്പകലും അറിയാതെ വെച്ചുകൊണ്ട് അല്പസുഖം മൂണ്ട ഇരുന്നാരൊരു ദിനം അക്കാലം 1000-മേല് 100 മക്കളും അൻപോടോ 160 കന്യകുമാരൻ ജനിച്ചവർ നമ്മെ അന്യുന്യമോദന ഭിന്നപ്പുരഞ്ജന ഷിട്ടിയാജമ്മ വെള്ളത്തിൽ വേൽപ്പിച്ചിതങ്ങൊക്കെ കൊടുത്തിതു കന്യകമാരെയും പുത്രവർക്കുണ്ടായി ധനമതി സത്രങ്ങളും ചെയ്തു കൃത്യ സുഖിച്ചവൻ പുത്രമിത്രാങ്ങളോട് ചേർന്നങ്ങനെ നിത്യമിരിക്കുന്ന ആളതിൻ 50-നപ്പുറം വത്സരം ചെന്നുള്ള ആപത്തുകാലവും അത്യന്തമാകന്ത വന്നെടുത്തു ബലാൽ ചണ്ട വേഗാഖ്യനാം ഗന്ധർവൻ നന്നുതാൻ നന്നായി വെളുത്തുള്ള 360 ഗന്ധർവന്മാരോട് കൂടവേ വന്നുടൻ അന്ധനായുള്ള പുരഞ്ജനന്ദനുള്ള നല്ല പുരത്തെ ചെറുത്തിയിടിനാൻ അവൻ മെല്ലെ പ്രജാകരനായ നാഗേന്ദ്രൻ തുല്യരാം ഗന്ധർവന്മാരോട് ഒന്നിച്ചു വല്ലഭമോട് 100 യുദ്ധം ചെയ്താൻ അന്നവാസനെ ബലക്ഷയ കാരണ തന്നിൽ വിവേകം കറന്നു പുരഞ്ജനൻ ചാരുപുരഞ്ജനീങ്കൽ മുഴുത്തരും ഭാരവശ്യം കൊണ്ട് മന്ദനായി മേപേടിനാൻ പിന്നെ ഗന്ധർവന്മാർക്ക് തുണയിങ്ങ് വന്നുകൂടി കാലദേവതാനുജിയും മുന്നം അവളൊരു ഭർത്താവിനെ തിരഞ്ഞ് അന്യൂനകാലമാകന്തലോഹങ്ങളിൽ എങ്ങും പെരുമാറിനാളവൾ ദുർഭഗ എന്നത് കൊണ്ടാരും ആദരിച്ചില പോൽ പണ്ടവളെ പൂർവം നരേന്ദ്രോത്തമൻ ഇണ്ടൽ പൂണ്ടാശോ ധരിച്ചാൻ അനേകം നാൾ ഗുണ്ടത തീർന്ന് വരവും കൊടുത്തവൾ 2ാമത് സത്യലോകത്ത് നിന്നിങ്ങ് പോന്നു വന്നെന്നെ വരിപ്പതിനായിങ്ങോ ചേർന്ന് നിന്നേറ്റം അത്യാഗ്രഹിച്ചിടിന ബ്രഹ്മചര്യാപരനായി ഞാൻ അന്നതു സമ്മതിച്ചില്ല. അതുകൊണ്ടവൾ ഏറ്റവും ക്രോധം കലർന്ന് ഒരേടത്തും ഇരിക്കരുത് അഥവാ ആറെന്നെ ശപിക്കുകയും ചെയ്തുടൻ പോരും അവളൻ വജോ മാർഗഹേതുന സാഗമയെന്നാകമാനയവനെ ഭർത്താവായിക്കൊള്ളുവതിനാഗ്രഹം ഉൾക്കലന്നത്ര യവന ആദിവനോട് ചൊല്ലിനാൽ നിന്നെ വരിച്ചതിനായി വരിപ്പതിനായിക്കൊണ്ട് ഞാനിക വന്നു നിന്നേൻ ലോകവൃത്തി കൊണ്ടും ശാസ്ത്രനിർണയം കൊണ്ടും നിഷിദ്ധമല്ലാതേത് കേൾക്കുകയും ആശ കൊടുക്കുകയും വേണമെന്നാകിയാൽ ഭദ്രനായി മേവിന നിന്നെ ഞാൻ സേവിക്ക ചെയ്യുന്നത് എന്നിൽ മുഴുത്ത ദയ ഉള്ളിലുണ്ടാക വേണമെന്നിങ്ങനെ കാലകന്യാവചനം കെട്ടു നിന്നതു കാലമേ ദേവരഹസ്യ സിദ്ധാസ്യ ആസപൂർവ്വം യവനാധിപൻ ചൊല്ലിനാൻ ആസുരിയായി നിനക്ക് ഞാൻ മുന്നേ ഭർത്താവിനെ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നത്ര നീ ദുർഭഗയാകയാലെന്നുമേം കൈക്കൊള്ളുകിലങ്ങാതരാൽ മാൻഷുരൊക്കെ മറഞ്ഞു നിന്ന് അമ്പോടന ദിനം നന്നായി അനുഭവിച്ചാലും പിരിയാതെ നിന്നിടും അങ്ങിവൻ പ്രജ്വരനാം ദൃഢം പ്രാതാവെനിക്കുടം പ്രജ്വരൻ എന്നോട് സോദരി നിങ്ങൾ തങ്ങൾ ഇരുവരും ഞാനും ഭയങ്കരമായ പടയുമായി കാനനെ കൂടെ നടപ്പാനെങ്ങുമേ എന്നിങ്ങനെ അവൻ ചൊല്ലി നിന്നങ്ങവൻ തന്നെ സൈനിക മധ്യസഹിതനം കാലകന്യാവുമായി മേദിനീങ്കലക്കാലം പെരുമാറി നിന്നവർ മെല്ലവേ വന്നു പുരഞ്ജനൻ എന്നുരപൊങ്ങിന മന്നവൻ തൻ പുറത്തെ ചെറുത്തിയിടിനാൻ അന്ന് അവിടെ കലഹത്തിൽ പ്രജാകരൻ അന്നു തന്നെ എത്ര എങ്ങനെനായാൻ ദുരം എന്നത് കണ്ടളവേ കാലകന്യക ചെന്ന് അകമ്പൊക്ക് പുരഞ്ജനൻ തൻപുരന്തനുള്ള പാട്ടിൽ അമ്മാറടക്കിയിടിനാൻ ചെന്നുയിടന്നു കൂടിയവനന്മാരും തൽപ്പരിപീഠകളായ പുരഞ്ജനൻ തന്നെ ഉൾപ്പൂലാറ്റം പരിതാപയുക്തനായ നിത്യം അക്കാലകന്യാവിനാൽ എത്രയും അത്യരോലിംഗിതനായി ചമകയാ തേജോവിഘ്നനായി മോഹിച്ച് ഗന്ധർവരാജ യവനന്മാരാൽ ഹൃദധൈര്യനായി പോരും നൃപതി ബഹുമാനഹീനരായോര് തനയതാരങ്ങളെയും ചത്രവിരോധ പ്രപഞ്ചങ്ങളെയും കണ്ടുൾത്താറിൽ ഉണ്ടായിഴം
വിവേകങ്ങളാതൽ പ്രതി കർമ്മമാകന്ത കാണാഞ്ഞുടൻ അപ്പൊഴുതിച്ച കൂടാതെ രാജ്യത്തെയും വിട്ടുകളഞ്ഞ് പുറപ്പെടുവാൻ ഒരുമ്പെട്ട് പുരഞ്ജനനെ കണ്ടു കേവലം പ്രജ്വരനാഭയാവ്രാത ഭയപ്രിയം വിശ്വാസം ഉൾക്കൊണ്ട് ചെയ്യുകയാലുച്ചയതൽ പുരിയുട്ട് സംഹാരം തുടങ്ങിനാൻ അപ്പൊഴുതപ്പുരി ബാലൻ പ്രജാകരൻ ചിത്തേമെടുത്ത പരിതാപയുക്തനായി അത്തരോട് വിയോഗത്തിന് ആരംഭിച്ചാൻ തത്സമയെ പരിപീഡിതനാം നൃപൻ മത്സ്യങ്ങളിലും പ്രണയിനി തന്നിലെ സക്തി കലർന്നു വിചാരം തുടങ്ങിനാൻ ഇക്കാലമങ്ങു ഞാൻ പൊയ്ക്കളഞ്ഞാലിനി മത്സ്യന്മാർക്കും കൂടി മിനിയക്ക് പുനർമിത്രങ്ങളായവർക്ക് ഒരന്യാശ്രയം ഇങ്ങനെ ഉള്ള വിചാരം പുരഞ്ജന അകതാർ ഉൾക്കൊണ്ടിരിക്കുമതോ നിന്ന ഭയൻ മുതിർന്നു തൻ ഉന്നതനാം അവനെ പിടിച്ചഞ്ചസ ബന്ധിച്ചുകൊണ്ടങ്ങ് പോകത്തുടങ്ങിനാൻ ബന്ധുക്കളും സുതതാരങ്ങളും സന്ധ്യചിച്ചിടിനാരാഹന്ത കൂടവേ സന്തതപാലൻ അടങ്ങിനാൻ നാഗവും മുന്നേ കണക്കെ പരീക്ഷണമായതു മന്നവൻ തൻപുരവും മൃതാ കേവലം പിന്നെ യവന വശഗതനാകിയ മന്നവൻ തന്നെയും ദുർമാർഗത്തൂടെ കൊണ്ടുപോകുമ്പോഴതങ്ങ് പുരഞ്ജനൻ പണ്ടഹോ തന്നാൽ ഹതങ്ങളായ മേവിന ദുഷ്ടവശുക്കളാൽ അത്രയും ദണ്ഡങ്ങൾ കഷ്ടതരങ്ങൾ അനുഭവിച്ചിരുന്ന മറ്റും അനേകം ദുഃഖങ്ങൾ അനുഭവിച്ച് അറ്റമില്ലാതെ പീഡിച്ചാൻ ഓരോവിധം കാലധർമാനുസമയമായി ഈടിനകാല സ്മരണ നിമിത്തമായങ്ങവൻ താനും പ്രമദോത്തമയായി ജനിച്ചുടൻ മാനേന വൈദർഭിയായി ചമഞ്ഞൂതാ വാണ്ഡ്യാധിപൻ മലയധ്വജൻ കീർത്തിയും ഉണ്ട് ഭൂവൃത്തുക്ക തമ്മി എല്ലാരെയും തന്നെ ജയിച്ചു മെതിയടി വീര്യമായി നിന്നവൻ വെട്ടുകൊണ്ടെന്നവൾ തന്നിലേ നിന്നത് സുന്ദരിയായുള്ളവയോ ഒരു കന്യകയ്ക്ക് അനുജാതയായ 7 പേർ വന്നുളരായവർ ദീക്ഷയങ്ങളെന്ന് 7 അധിപതിമാരവർ തന്നുടെ നന്ദനജാതങ്ങളായി 10 കോടുന്നതന്മാരവറുകൾക്കുളവാകിയ സന്തതികൾ കൊണ്ട് ഭൂമണ്ഡലമേഴും അന്തരമിന്നി അനുഭവിച്ചിരുന്നതും അന്വന്തരങ്ങൾ മുഴുവനും സന്തുഷ്ടനായ മലധ്വജപുത്രിയെ സംപ്രമോദാൽ അഗസ്ത്യൻ വേട്ടവൾ തന്നിൽ അൻപോടുകൂടെ ദൃഢ അച്യുതൻ തന്നെയും സമ്പ്രതി താൻ ജനിപ്പിച്ചാനവൻ പുത്രൻ അൻപഴും മിക്തവാഹൻ മലയധ്വജൻ മുമ്പേ ഭഗവത് ആരാധന തൽപരൻ കമ്പമൊഴിഞ്ഞതിൽ ഇച്ഛയ സാധനം ഭൂമണ്ഡലം സുതന്മാർക്ക് കൊടുത്തുന്ന ശ്രീമാൻ മഹാവിഷ്ണു പാദഭക്തിവനം പ്രാപിച്ചു ധനയാദികളാവൽക്കരമെന്നുറച്ചതാ സർവവും വൈദർഭിയോടും തപസ്സീതിയുടെ ഞാനാദരാചന്ദ്രവസാദാമറപർണിയും മേദിനീങ്കൽ വടോദയെന്നും ജഗതാദി പ്രസിദ്ധികളായ നദികൾ പുണ്യജലങ്ങളാ സ്നാനജവനങ്ങൾ അന്യുന്യകാലമാകുന്ന ഇത് ഏറ്റവും ശുദ്ധഫലമൂല പുഷ്കരാദ്യ ആഹാരവൃത്യപരിചോട് രക്ഷിച്ചു ദേഹവും ശോഷണം ചെയ്ത ശീതോഷ്ണ മരോദ്വർഷ ഭീഷണം ദുൽപിവാസാദി വിവിധങ്ങൾ മാനസത്തിങ്കൽ വസിച്ചു സഹിച്ചു നിരന്തരം മാനമതാദി ഭ്രമങ്ങളൊടിഞ്ഞിടം താനും ഗുരുവും അഖില പ്രപഞ്ചവും നൂനം പരബ്രഹ്മവും മഹാമായും ഏകമായി ഒരുമിച്ചു കണ്ടുകൊണ്ട് ഏകാന്തദേശേ സദാ വേദമന്യേ കേവലം ആത്മയോഗേന സമാധിയർത്താവർ മുതാപരമാനന്ദ സംയുതമാണിടിനാൻ പലകാലം പ്രണവനാളേന പരാപരാലീനയാനായാൻ ക്രമാൽ ഭക്ത്യ പുരുഷാർത്ഥ സിദ്ധനായ മേവിന ഭർത്തൃകളെ ഏവരം കണ്ട് വൈദ്രിവ്യം ദുഃഖന നമസ്കാരം ചെയ്തുടൻ ഉദകക്രിയ തൊട്ട് സംബിന്ദാന്തകർമ്മവും കൃത്വാഭിധാനം മരിപ്പതിനായി നിന്ന വൃത്താന്തമാകന്ത കണ്ടു പുരാനജമിത്രമാം ബഹുമുഖ ദുക്തിവാണിപുരത്താൽ ഉണ്ടായ മായാഭ്രമങ്ങളും ദുക്വാവ്യ അനന്തരം ഹംസപാദങ്ങളിൽ അത്യാദരേണ സമാശ്രയിച്ചു പരം തൽക്കഥാമിത്യം നിശമ്യ മുനീന്ദ്രനോട് ഉൾത്താരുണർന്ന് നിർവധിയൊലിടിനാൻ ഭദ്രം ഭവാൻ അർവചീത വാഗാർത്ഥമി സന്ദേഹ സാധനമെന്നിയ സാദരം നന്നായി അറിയുമാറെന്നോട് വേദനിച്ചൊന്നൊരിയാതെ മുതിർന്ന് അരുൾ ചെയ്യുകലോ ബോധിച്ചുകൂടാ മുകുരുന്നത് കെട്ട് ബോധിക്കുമാർ അരുൾ ചെയ്തു മുനീശ്വരൻ കെട്ടുകൊൽക്കെങ്കിൽ പുരഞ്ജനായതു വാട്ടമൊഴിഞ്ഞു ജീവാത്മാപരബ്രഹ്മ സാക്ഷിയാകും ശരീരം പുരമായതു സാക്ഷാൽ അതിനെ ജനിപ്പിക്കൊണ്ടവൻ തന്നെ പുരഞ്ജനൻ എന്നായി ചമഞ്ഞതും അന്യോന്യനാമിവൻ അജ്ഞാതനീശ്വരൻ നിത്യ അപരിചിന്നൻ പരം കേവലൻ തലസ്വതാമൂല പ്രകൃതി ഗുണങ്ങളെ സത്യാവി താനങ്ങ് അനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ മുഖ്യനാകി ഹിമവൽഗിരിതനുടെ തെക്കേപ്പുറം ബുക്കും മധ്യ ശരീരവും കൈക്കൊണ്ടതിങ്കൽ പ്രമദോത്തമ എന്ന ദുഃഖാമ്പിൽ ഓർക്കാതാൽ ബുദ്ധിയാകുന്നു നിത്യം ശരീരേന്ദ്രിയങ്ങൾ ജീവനും അത്യാദരണ ഭുജിക്കും വിഷയങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് സഖികളാകുന്നതങ്ങ് ഇന്ദ്രിയ വൃത്തികൾ എന്നു തന്നെ വരും ഇന്ദ്രിയ നായകനല്ലോ മനസ്സു താൻ ഇന്ദ്രിയ വൃത്തി വാചാലങ്ങളായതും ശബ്ദാദി പഞ്ചവിഷയങ്ങളായതും ദദ്ദേഹ ജീവൻ അനുഭൂതി കേവലം ദ്വാരങ്ങൾ 9 ഇങ്ങനെയൊക്കെ എന്നതും നേരെ പരിചോടർക തദ്വത്വം അദ്യോതം അവർമുഖികൾ നയനദ്വയം തദ്യുമാം എന്നതുപോൽ ചച്ചുരീന്ദ്രിയം വിഭ്രാജിതമെന്ന പേരും നളിനിയും അത്ഭുതം നാളിനി നാസികദ്വാരങ്ങൾ ഘ്രാണൻ അപതൂതന മുഖ്യന്യാസുമപ്പോലെ സൗരഭൻ എന്നതൂ ഗന്ധവും ജിഘ്യേന്ദ്രിയ വിപണനോ രസജ്ഞൻ പോൽ വാഗീന്ദ്രിയമാപണോ വ്യവഹാരോത്ര
സവ്യാതിനാനാവിധാനം ബഹുധനം പിന്നെ പിതൃവലത്യച്ച് വിപുനരന്യഭാഗ്യ ദേവഹു എന്ന് ചൊന്നതും സൽസ്ഥാനേന പ്രവർത്തി നിവൃത്തി ദക്ഷണ ശാസ്ത്രങ്ങൾ കേട്ടു പിതൃ യാന ദേവയാനങ്ങളാകുന്ന മാർഗങ്ങളെ കേവലം പ്രാപിക്കാൻ നാമം എന്നതായി ശ്രോത്രേന്ദ്രിയം പോൽ ശ്രുതധരനായതും ആശ്ചര്യാകുന്നതായതും ഇടറും ദുർമതനെന്നുപസ്ഥേന്ദ്രിയം ഗ്രാമിക നിർമ്മല സംവിധം പോൽ വ്യായവ്യവും ചെമ്മേന്ദ്രതി ഉദം ലുബ്ധകൻ പായുവിന്ദ്രിയം വൈശസമെന്ന നരകവും കാൽ നിർഭാഗ്യൻ കൈ ഉപസ്കരനായ സാകം പുരം എന്നതല്ലോ കൃത്യം മാനസം പോൽ വിശൂചനാകുന്നതും തേനേതർ സ്വപ്ന ശരീരമസ്യന്തനം പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളും രഞ്ജിത പുണ്യഭാവങ്ങൾ തച്ചക്രവും തസ്ത്വര ജസ്തമസ്സല്ലോ കൊടിമരത്തൽ ബന്ധൂരങ്ങൾ പ്രാണങ്ങളും ചെയ്തും മാനസം വാക്യർ സാരഥി ബുദ്ധിയും ശോകമോഹ ദ്വന്ദ്ങ്ങളും കുബരങ്ങൾ നേരെ ഹൃദയം ഇരിപ്പുന്ന സ്ഥാനവും പ്രേക്ഷേപമാകും ശബ്ദാദി വിഷയങ്ങളേക ആദ്യസീന്ദ്രിയമാകും പടചണ്ഡവേഗനാകുന്നു സംവത്സരം ദൃഢം ഗന്ധർവന്മാരങ്ങ് ഹൗസുകൾ രാത്രികൾ ഗന്ധർവിമാൻ കാലകന്യാചരാഖ്യയും സന്തതം മൃത്യുഭയൻ ആദിവ്യാധികൾ ചിന്തയാ കേൾക്ക യവനന്മാരായതും പ്രജ്വരൻ എന്നിതെല്ലാം അപ്പുരഞ്ചരൻ അത്യുജ്വലിതം ചരിത്രം പവിത്രം പരം തമ്മിൽ പുരഞ്ജനം താനും പുരഞ്ജനി ധന്യമണിയും രമിച്ചു വാഴുന്ന അന്യോന്യം ഉൾച്ച് സ്മൃതിയേർന്ന് രമിക്കിയാൽ അന്യജന്മേ പകർന്നുത്ഭവിച്ചിടണ വന്നത് തിങ്കൾ മരിക്കുമ്പൊഴുതു താൻ ഒന്നത് ചിന്തിച്ചതങ്ങായ ദേവരു പിന്നെ എന്നുള്ളിൽ അതിനാൽ അനുശംകൃതി നിർണയിക്കണം ഭഗവത്പാദാംബുജൻ തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി വന്നുകൂടിയിടുമെന്ന് ഒന്നു സിദ്ധാന്തവും നന്നായതിന്നു കർമാധീനമെന്നിയും തന്നിലോ നീടുകയില്ല നിർണയം എന്നതിനാലും ഭഗവത് പദസ്മൃതി തന്നെ മനസ്സാഭിശീലിക്ക വേണ്ടതും പുണ്യപാപങ്ങളുടെ ഞകിലേശ്വരം തന്നെ അനുകൂലമുണ്ടായി വരുവോളവും കാലമെന്നേവാബ്ദിതരണീക മൂലഭക്തി വിശ്വാപ്രവിസ്താര ഭേദങ്ങളെ മോദാർ അരുൾ ചെയ്തു തത്വാർത്ഥബോധവും മേദിനീശ്വരന് നന്നായി ഉറപ്പിച്ചിരുന്ന നാരദൻ താൻ പറഞ്ഞാൻ പ്രചേതാക്കളും പാരാപാരം ഒഴുകിക്കിടന്നുണ്ടെങ്കിൽ രുദ്രഗീത പ്രയോഗത്തെ ആസ്വദിച്ചു തൽഭക്തി കണ്ട് 10,000 മത്സര പ്രത്യക്ഷനാരോശനങ്ങൾക്കൊത്ത വരങ്ങളെല്ലാം കൊടുത്തിവിടെ ഞാൻ നിത്യമുഷകാലം അപ്രചേതാക്കളെ സ്മൃത്വവശിപ്പവർക്ക് അത്തലൊഴിഞ്ഞ ലോകാനുകാരവും സൗഭാഗ്യവും വന്നു ലോക പ്രസിദ്ധരായി വന്നു കൂടുന്നിടം രുദ്രകീർത്ത സ്തുതി ചെയ്വവർക്കും ഒരു അത്രൈവ തൽഫലം എത്തുമാ സംശയം പിന്നെ ആ പ്രചേതാക്കൾക്ക് കീർത്തിയെന്ന് തന്നെയായി ഏറ്റവും പ്രസിദ്ധനാം പുത്രനും ജന്മേ ലഭിച്ചു സുഖമായി വരികെന്ന് സാമോദപൂർവം വരവും കൊടുത്തു വരം കണ്ടു മഹാമുനി തന്നോട് പുത്രിയെ ചേർത്തണം വയ്യേ വീട്ടുകൊള്ളുക എന്നരുൾ ചെയ്താൻ തന്നിമണിയും തരുണിയും പുത്രനും വന്നാൽ അതിങ്കൽ ബന്ധം ഭവിയാതൊരു ഭക്തിയും ഉണ്ടായി വരികെന്ന് അനുഗ്രഹിച്ചക്രേ ഭഗവാൻ മറഞ്ഞരുളിയുടെ ഞാൻ തത്ര ഭഗവത് സ്തുതി ചെയ്ത് ഭക്തി പൂണ്ട് ഉത്തമന്മാരാം പ്രജേതാക്കളഞ്ചസ തൽസമുദ്രാന്തരെ നിന്ന് കരയേറിനാൻ തത്സമയെ ബഹുസ്ഥാപരൗഖങ്ങളാൽ മൂടിക്കിടന്ന ഒരു ഭൂമിയെ കാണുകയാലൂടെ വളർന്ന ഗോപാലവൻ തക്ഷണേ പാവക വായുക്കളെ സൃജിച്ചാശു തൽസ്ഥാപരൗഖവും ദഹിക്കത്തുടങ്ങും ഇതോ കേവലം ബ്രഹ്മാവിഴുന്നുള്ളിൽ നിന്നവർക്ക് അവരാണ് നമ്മളെ തരുളി ചെയ്തു രോഷമടക്കിയ ബോധകവെന്തുടൻ ശേഷിച്ചു നിന്നുള്ള പാദപജാലങ്ങൾ ഗന്ധുവിൻ ബോക്കെന്ന് പ്രമോജിയിൽ ജനിച്ച് അന്ന് അവളാൽ കളയപ്പെട്ടുള്ളമായ മാരീഷിയാകിയ കന്യക തന്നെയും സാരസ സംഭവന്ന യോഗത്തിനാൽ വേട്ടവ ചക്ഷുഷമായ മന്നൊന്തൽ വാട്ടമൊഴിഞ്ഞൊരു ശ്രേഷ്ഠാവതാകിയ ദക്ഷിണയും ജനിപ്പിച്ചവനോടെ ശിക്ഷോചിത ഉപനയനാദി സർവം മുതൽ ക്രിയാമാർഗക്രമങ്ങളും ചെയ്തുടൻ തൽഗൃഹസ്ഥാശ്രമം സാധിച്ചവர்களுം പിന്നെ പ്രജാസർഗത്തിങ്ങൾ ആ ദക്ഷിണത്തെ തന്നെ നിയോഗിച്ചു തങ്ങൾ നിവൃത്തരായി പോയി പടിഞ്ഞാറെ സമുദ്ര തീരം ബുക്ക് വായ്പഴം ബ്രഹ്മസത്രത്തെ ദീക്ഷിച്ചവൻ ബ്രഹ്മത്തെയും വിവേചിച്ചിരിക്കുമതോ നിർമ്മലനാകിയ നാരദ മാമുനി തലസഭാമത്യെ പ്രവേശിച്ചു അമ്മുനി തത്വമനെ കണ്ട് വന്ദിച്ചു പൂജിച്ചു ഭക്തിയ പരബ്രഹ്മ തത്വം വിചാരിപ്പാൻ അക്കാലമാകന്ത നാരദ മാമുനി തത്വജ്ഞാനത്തെയും തൽസാധനമായ ഭക്തിമാർഗത്തെയും അങ്ങ് അതിനെ ആശ്രയകർത്ത ഭഗവൻ മാഹാത്മ്യ വിശേഷവും അർത്ഥപ്രകരണമാം കഥാസംഗവും ആത്മജ്ഞാനാർത്ഥത്വ ഉപദേശത്തെയും തീർത്ഥാരുൾ ഉപദേശിച്ചരളി ഞാൻ വാസ്തവമേവ മിഥുനം എത്ര സംവാദ പ്രവാദങ്ങളെ ചതുർത്ഥത്തിനാൽപ്പാരം ചുരുക്കമായി ഒട്ടൊട്ട് ചൊല്ലിയങ്ങ് ആരുടമോദമടങ്ങി കിളിപ്പൈതൽ ഇത് ശ്രീ മഹാഭാഗവതി മഹാപുരാണി സുതസൗനക സംവാദി ചതുർത്ഥസ്കന്ധം സമാപ്തം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.